ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിക്കുന്നവര് നരേന്ദ്രമോദി പറയുന്നത് ദേശവിരുദ്ധരാണെന്നാണ്. ഇവിടെ സംഖ്യയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏറ്റവും നല്ല RSS ഏജന്റ് എന്ന് വെച്ചാൽ പിണറായി വിജയനാണ്. കാരണം മസ്കറ്റ് റോഡിൽ ആരും അറിയാതെ തൻ്റെ കാറ് മാറ്റിയിട്ട് വേറെ കാറിൽ പോയി RSS നേതാക്കളുമായി ചർച്ച ചെയ്തത് വി ഡി സതീശനല്ല, പിണറായി വിജയനാണ്. 1977 RSS പിന്തുണയോടുകൂടി നിയമസഭയിലേക്ക് ജയിച്ചു വന്നത് വി ഡി സതീശനല്ല, പിണറായി വിജയനാണ്. മനസ്സിലായില്ല? ഇവിടെ ഹൈവേ തകർന്നു വീണപ്പോൾ നാഗ്പൂരിലെ RSS ആസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായ മന്ത്രി നിതിൻ ഗഡ്കരിക്ക് സമ്മാനപ്പെട്ടിയും പൊന്നാടയുമായിട്ട് പോയത് പിണറായി വിജയനാണ്, വി ഡി സതീശനല്ല. മനസ്സിലായില്ലേ? RSS ED-യെയും CBI-യും ഭയന്ന് പേടിച്ച് വിറച്ച് നിൽക്കുന്ന ആൾ വി ഡി സതീശനല്ല, പിണറായി വിജയനാണ്. നിർമ്മലാ സീതാരാമനുമായി പുട്ടും കടലയും കഴിക്കാൻ പോയപ്പോൾ ഗവർണറെ കൂടെ കൂട്ടിയത് ഞാനല്ല, പിണറായി വിജയനാണ്. അത് എഴുതിയാൽ മതി, നാളെ കൈരളിയിൽ അത് റിപ്പോർട്ട് ചെയ്താൽ മതി. വേറൊരു പ്രധാനപ്പെട്ട കാര്യം NCP വലിയ പ്രതിസന്ധിയാണ്. പ്രഫുൽ പട്ടേൽ കത്ത് കൊടുത്തിട്ടുണ്ട് തോമസ് കെ തോമസിനോടും മന്ത്രിയോടും ഒക്കെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. അല്ല, ഈ ഇടതു മുന്നണിയിലുള്ള പ്രതിസന്ധി ആരും വാർത്തയാക്കാനിട്ടാണ്. ഒന്ന്, നരേന്ദ്രമോദിയുടെ കൂടെയുള്ള ഒരു പാർട്ടി, NDA-യുടെ ഘടകകക്ഷിയായ ഒരു പാർട്ടി ഇവിടെ പിണറായി വിജയൻ്റെ LDF-ലെ ഘടകകക്ഷിയാണ്. മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ പാർട്ടി ആണ്. അവരിപ്പോഴും ആ പാർട്ടിയിലാണ്. അവരുടെ ഔദ്യോഗികമായ അംഗീകാരം മുഴുവൻ NDA-യിലുള്ള ദേവഗൗഡ നേതാവായ പാർട്ടിയിലാണ്. ഇവിടുത്തെ മന്ത്രി കൃഷ്ണൻകുട്ടി, മാത്യു ടി തോമസ് അടക്കമുള്ള പാർട്ടി. ഒരു കുഴപ്പമില്ല. ഇവിടെ രണ്ടുപേരും തമ്മിൽ സൗഹൃദത്തിലാണ്. മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഇവരൊന്നും ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ ദിവസവും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം അതിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്നു. പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളും അതിനെ പിന്തുണച്ചും വരുന്നുണ്ട്. അതൊരു വാർത്തയല്ല. ഒരു മുതിർന്ന നേതാവ് ഒരു പാർട്ടി യോഗത്തിൽ കുറേ കൂടി മെച്ചപ്പെട്ട സംഘടനാ പ്രവർത്തനം നടത്തണമെന്ന് പറയുന്നത് എങ്ങനെ വാർത്തയാണ്? നിങ്ങൾ വാർത്തയാക്കുകയാണ്. കോൺഗ്രസിനെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ലല്ലോ, ഒന്നും കിട്ടുന്നില്ലല്ലോ. ഒന്നും കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ വലിയ വാർത്തയാക്കുകയാണ്. നിങ്ങൾ സ്വന്തം പാർട്ടിയിൽപ്പെട്ട PK ശശി CPM ആണല്ലോ, KTDC-യുടെ ചെയർമാനാണല്ലോ, CPM-ന്ന് പുറത്താക്കിയിട്ട് CPM നേതാവല്ലേ, അയാളല്ല 2 കാലും വെട്ടിയെടുക്കുമെന്ന് SFI നേതാവ് പറഞ്ഞിട്ട് അതല്ലേ വാർത്ത? അല്ലാതെ നിങ്ങളുടെ സംഘടനാ പ്രവർത്തനം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം എന്നൊരു മുതിർന്ന നേതാവ് പറയുന്നതാണോ വാർത്ത? സ്വന്തം പാർട്ടി നേതാവിൻ്റെ 2 കാലും വെട്ടിയെടുക്കും, കാലില്ലാതെ നടക്കുമെന്ന് പറയുന്നതാണോ വാർത്ത? ഞാൻ മാധ്യമങ്ങളോട് ചോദിക്കുക, എല്ലാവരോടും അല്ല, ചില മാധ്യമങ്ങളോട് ചോദിക്കുക. അതാണോ വാർത്ത? അതാണോ വാർത്ത? 2 കാലും വെട്ടിയെടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് പോലീസ്. ആ പോലീസിനെതിരായി തെരുവിൽ DYFI SFI-ക്കാർ വിളിച്ച മുദ്രാവാക്യം പോലീസിൻ്റെ കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്ന തലയും വെട്ടുമെന്നാണ്. അത് വാർത്തയല്ല. അതൊക്കെ വാർത്തയാക്കി എന്നിട്ട് ഇതാക്കാം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വിവിധ വിഷയങ്ങളിൽ പ്രതികരിക്കുകയാണ്. തനിക്കല്ല RSS ബന്ധം, മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയിട്ടാണ് മസ്കറ്റ് ഹോട്ടലിൽ കാർ കൊണ്ടുപോയിട്ട് RSS നേതാക്കളുമായി മറ്റൊരു കാറിൽ പോയി ചർച്ച നടത്തിയത് താനല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നുൾപ്പെടെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രി ED-യെയും RSS-നെയും ഒരേപോലെ പേടിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കുളമാക്കി എന്നുൾപ്പെടെയുള്ള കടന്നാക്രമണമാണ് മുഖ്യമന്ത്രിക്കെതിരെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്.